ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിനെ കുറിച്ചാണ്. ഒരു സ്ട്രെസ്സിനെ ഒരാൾ കോപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക, അതേ സ്ട്രെസ് തന്നെ വല്ലാതെ കൂടുമ്പോൾ പുള്ളിക്കാരന് അത് കോപ്പ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഇല്ല. അപ്പോൾ ഇതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറയുക. ഇതിൻ്റെ മേജർ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ സിംറ്റംസിൽ ഹോപ്പ്ലെസ്നെസ് തോന്നും, ലെസ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അവർക്കൊരു സെൽഫ് ഇമേജിനെ തന്നെ അവരിങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊന്നിനും കൊള്ളൂല എന്നുള്ള അവർക്ക് അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡൽ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഫിസിക്കലായിട്ടുള്ള സിംറ്റംസിൽ അവർ ഭയങ്കര ടയേർഡായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ ഫുള്ളി. അങ്ങനെ ഇനി ഇത് മേജർലി കണ്ടുവരുന്നത് അഡൽട്ട്സിലാണ്. അതിൽ തന്നെ വുമണിനാണ് ഏറ്റവും ചാൻസസ് കൂടുതൽ ആസ് കമ്പയർഡ് ടു മെൻ ഓഫ് ഡെവലപ്പിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ. അപ്പോൾ ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സ് തന്നെയാണ്. ആ ഒരു സ്ട്രെസ്സ് ഇവർക്ക് ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള കോപ്പിംഗ് മെക്കാനിസം ഇവർക്കില്ലെങ്കിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം വരിക. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് മെഡിക്കേഷൻസും ഉണ്ട്, തെറാപ്പീസും ഉണ്ട്. തെറാപ്പീസിൽ ഏറ്റവും ബെസ്റ്റ് CBT തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്റർപേഴ്സണൽ തെറാപ്പീസും വളരെ നല്ലതാണ്.